ക്രൊയേഷ്യക്കെതിരെ പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ആരാധകർക്കുണ്ട്. ലോകകപ്പ് കിരീടം എന്ന ക്രിസ്ത്യാനോയുടെ ആ മോഹം അത് സാധ്യമാകണമെങ്കിൽ ഒരു ജയം ഇന്ന് ക്രിസ്ത്യാനോയ്ക്ക് പോർച്ചുഗലിന് നേടിയേ പറ്റും. 2 പതിറ്റാണ്ടായി ഒപ്പമൂടിയ 10ാം നമ്പറുകാരൻ കരിയറിൽ നേടേണ്ടതെല്ലാം നേടി സമ്മർദ്ദമേതുമില്ലാതെ ഇത്തവണ പന്ത് തട്ടുമ്പോൾ മറുവശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കാര്യങ്ങളത്ര സിമ്പിളല്ല. അവസാന ലോകകപ്പാണ്. പ്രതീക്ഷിച്ച തുടക്കമല്ല ലഭിച്ചത്. പക്ഷേ ആ വലിയ ലക്ഷ്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങാൻ പറങ്കിപ്പടയുടെ നായകന് മനസ്സില്ല. വീണ്ടെടുത്തു നിന്ന് ഇരട്ടിക്കരുത്തുമായി വീണ്ടും ഉയർത്തെഴുന്നേറ്റാണ് ചരിത്രം. ഒരു സിനിമാ കഥ പോലെ നാടകീയമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ലോകകപ്പിലെ യാത്ര. ആദ്യ മത്സരത്തിലെ മങ്ങിയ പ്രകടനത്തിന് നേരിട്ടത് വലിയ വിമർശനം. പ്രായത്തിന്റെ തളർച്ചയാണെന്നും പ്ലേയിങ് 11-ൽ നിന്നും മാറ്റണമെന്നും മുറവിളി ഉയർന്നു. കരിയറിലുടനീളം ഉയർന്ന വിമർശനങ്ങളെ ഗോളുകൾ കൊണ്ട് നേരിട്ട റോണോ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചു. അടുത്ത മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോൾ. 6 ലോകകപ്പുകളിൽ സ്കോർ ചെയ്യുന്ന ആദ്യ താരം. കൊളംബിയക്കെതിരെ ആ ബൂട്ടുകൾ ഒരിക്കൽ കൂടി നിശബ്ദരായപ്പോൾ ആരാധകർക്ക് വീണ്ടും നിരാശ. സഹതാരമായിരുന്ന ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യക്കെതിരെ കളത്തിലിറങ്ങുമ്പോൾ ലക്ഷ്യം ഒന്നു മാത്രം: വിമർശകരുടെ വായടപ്പിക്കുന്ന ഒരു മാസ് പ്രകടനം. വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും കരിയറിൽ ഇന്ധനമാക്കിയവന് അതിന് കഴിയുമെന്ന് ആരാധകർക്കറിയാം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.